ചട്ടിപ്പത്തിൻ്റെ ലെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടിപ്പത്തിരി ഞാൻ പറയാണ് അതിൽ കുട്ടികളെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ സാധനം കുറച്ച് ബാക്കിയുണ്ട്. അതിന് ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് മക്രോണി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് പിന്നെ ഈവനിങ്ങേക്കുള്ള ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഐറ്റംസുകൾ പൂള വെച്ചാലും ഇറച്ചി വേവിച്ചാലൊക്കെ ഉണ്ട്. അതിൻ്റെ ഐറ്റംസിലാണ് ഇപ്പോൾ പരിപാടി ഉള്ളത്. അപ്പോൾ ഇവർക്കുള്ള ഏകദേശം കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് സാൻഡ്വിച്ച് ബാക്കി ഉണ്ടാവും. ഉച്ചക്ക് ശരിയായിക്കോളും. പക്കോടയുണ്ട്. അപ്പോൾ ഇവിടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് കേട്ടോ. അപ്പോൾ എല്ലാ പുതിയ കാണുന്ന തുണികളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, ഓർമ്മ അമർത്തുക. എല്ലാവരും സഹകരിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. നീലാനേമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുക്കറിൻ്റെ സൗണ്ട് കൊണ്ടേ ഞാൻ ഭർത്താൻ പറഞ്ഞത് കേട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് വോയിസ് ഓവർ ഇട്ടത്. അപ്പോൾ ഞാനുള്ള ചട്ടിപ്പത്തിൻ്റെ പരിപാടിയിലാണ്. ചട്ടിപ്പത്തിൻ്റെ മസാല ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളി തൊലിച്ചുകൊണ്ട് വെക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അത് എടുക്കുന്നത്. അപ്പോൾ കുക്കർ ഭയങ്കര വിസിലടിച്ചത്. അതുകൊണ്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ പണിത്തിരക്കാണ് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. ഉണ്ടോ എല്ലാവരും അതിൻ്റെ മസാല റെഡിയാണ്. അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അവിടെ കുട്ടികളെ തിരക്കാകുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ കുട്ടികളെ കാക്ക കളിച്ചുകൊണ്ട് പോയി കേട്ടോ. അവിടെ പൊന്നുകളൊറ്റൊക്കെ ഉള്ളു. ഒന്ന് പോയി കേട്ടോ. ഭയങ്കര ചൂടാപ്പൊരു ഐസ് എടുത്താണ്. ഒരു കുൽഫി എടുത്താൽ കുൽഫി. അടുപ്പത്ത് വെച്ചാലേ വേവിച്ചിൽ കഴിഞ്ഞു. ചിക്കനും ബീഫൊക്കെ റെഡിയാണ്. ഇന്നൊരു സമൂസ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടാലേ സമൂസ പാടി ചെയ്യും. ഇതാണ് ചോറ് കഴിച്ചാൽ അങ്ങനെ പൂളയോടും വെക്കാണ്ട് പൂള അടുപ്പത്ത് വെച്ച് ഒരു വിസിലടിച്ചാൽ മതി. പെട്ടെന്നാവും. അതുകൂടെ ആയാലും ഏകദേശം റെഡിയായി. പക്ഷേ നീ ചോറും തരട്ടോ. വയസ്സോട്ട് വയ്യ. മറ്റേ ചാവക്കാട് ഉണ്ടാവും. അത് ചാവക്കാടൊക്കെ കുറച്ച് ദിവസം നിന്ന്. അപ്പോൾ ആ ചോയണം വരിക. തൃശ്ശൂരും ചാവക്കാടൊക്കെ ഒരേ ശേഷം എന്താ ചെയ്യുക കരിമക്ക കരിക്ക എന്താ ചെയ്യാന്നറിയില്ല. അതേമാതിരിയാണ്. ഇവിടെ എനിക്ക് സമൂസ ഇട്ട് കൊടുക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ പഴമ്പരി സമൂസ ഇടാനുള്ളൂ. അത് പോകുമ്പോട്ടാണ് പക്കോട ഒന്ന് വരിക്കണം. അവിടെ സെറ്റാക്കി വെച്ച് പോകും. ആ സമൂസൻ്റെ പരിപാടി കേട്ടോ. സമൂസൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. നമുക്ക് പൂളൊക്കെ ഒന്നും പിന്നെ അതൊക്കെ ഊറ്റാണ്ട് ഉടച്ച് വെക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു സമൂസയും പഴംപരി പൊരിച്ചാണ്ട് ഇതിലേക്ക് അവന് കഴിഞ്ഞാൽ ഓക്കെ. ഓ പിന്നെ ബാക്കി പക്കോട രണ്ടും അവിടെയാണ്. ഈവനിങ്ങിൻ്റെ അവിടെ മസാല ഇട്ട് ചിക്കൻ പക്കോടയും സാധാ പക്കോട മസാല ഇട്ടിച്ചാൽ ഒന്നും ടേസ്റ്റ് കൂടും. ആ ടേസ്റ്റ് വേറെ ടേസ്റ്റ് വരും. മസാല കൂട്ടി വെച്ചാൽ അതിനെ രാത്രി കൂട്ടി വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതവിടെ നിന്നിട്ടാൽ ബാക്കിയുള്ള കൊണ്ട് ഇട്ട് പോവാം. ഓക്കെ. ബാക്കിയുള്ള പിന്നെ എന്താണ് സമൂസ റെഡിയാണ്.
സമൂസ അതേമാതിരി ചട്ടിപ്പത്തിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. സമൂസ പഴംപൊരിയൊക്കെ കിട്ടുന്നു, കൂടുതൽ പഴംപൊരി കിട്ടുന്നു, ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ഇവിടുന്ന്. ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അതായത് 3 മണിയായി. പക്ഷേ അതാ ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് നല്ല മഴക്കാറുണ്ട്, മഴ വെച്ചോന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ക്ലീനാക്കൽ കഴിഞ്ഞിട്ടോ. ഇനി പോകാനുള്ള പരിപാടിയാണ്. ക്ലീനാക്കൽ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ ക്ലീനാക്കിയിട്ടുണ്ട്. ഗ്യാപ്പ് ഇട്ടപ്പോൾ ക്ലീനാക്കി. ആ കാറുണ്ടേ അങ്ങനെ നമ്മൾ അവിടെ ക്ലീനാക്കി അടച്ച് പോന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ പോകുന്നത്. മറ്റേ ഞാൻ നേരത്തെ പോകാനാണ്. അപ്പോൾ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈവനിങ് ഓർക്കാൻ നേരം പോകും. ഞാൻ അവിടെ ചെന്നിട്ട് പക്കോടൊക്കെ കിട്ടാനില്ല. ഏതായാലും ഉള്ളതുണ്ടാവും, എല്ലാം എന്ത് പറയാം, ഇവിടെ ആക്കി വെച്ചാൽ കഴിയുണ്ടത്. അപ്പോൾ അങ്ങനെ തോന്നിച്ച് പോകുന്നതൊക്കെ ഇവിടെ നെല്ലിപ്പറമ്പൊക്കെ നല്ല റോഡ് കൂടെ ഷോർട്ട് വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ നെല്ലിപ്പറമ്പൊക്കെ ചാടുന്ന റോഡത് ചാടാനായി അവിടെയൊക്കെ ബ്ലോക്കായിട്ടേ ഇല്ല. ഇതിലെങ്ങനെ ഞങ്ങൾ ഷോർട്ടിനാണ് പോകാറുണ്ട്. അപ്പോൾ നെല്ലിപ്പറമ്പൊക്കെ എത്തി. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പോയാൽ മതിയാണ്. അങ്ങനെ നമ്മൾ നെല്ലിപ്പറമ്പ് മെയിൻ റോഡിൽ ചാടിയതിന് ശേഷം അങ്ങനെ പോയി പിന്നെ അധികം ബ്ലോക്ക് ഉണ്ടാവില്ല. നമ്മൾ ആരാളും പേരെ ബ്ലോക്ക് ഉണ്ടാവും. ബാക്കിലെ സാമൂല് ഇവിടെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഫ്രഷ് കിട്ടി നമുക്ക് ഇന്നുണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ 6 ദിവസം ഡേറ്റ് ഉണ്ടാവും. നമുക്ക് നാളെ ഉപയോഗിക്കാമല്ലോ. രാവിലെ നല്ല സോഫ്റ്റായാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാണ്. സാമൂലായിട്ട് വരാം. അപ്പോൾ എല്ലാ മുത്തുമണികളും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പുതിയ പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൻ അമർത്തുക, ഓൾമ അമർത്തുക. അപ്പോൾ ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ച എല്ലാം ഞങ്ങൾ തമാശ അടിച്ചാൽ പൊട്ടിക്കലൊക്കെ കേട്ടോ. എന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സാമൂല് വാങ്ങിട്ടോ. എന്തായാലും സോഫ്റ്റ് ഒക്കെ സാമൂല് ഫ്രഷ് കിട്ടണം. നല്ല സോഫ്റ്റ് തിന്നുമ്പോൾ തന്നെ ഉറക്കം കിട്ടും. അതാ സോഫ്റ്റ്.